നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, അമ്മയും നിലാവുമുള്ളപ്പോഴേ സുഖമുള്ളൂ. അമ്മയില്ലാത്ത കുട്ടിക്കാലത്ത് മുറ്റായിൽ ഗോവിന്ദമേനോൻ ശങ്കരനാരായണൻ എന്ന MGS നാരായണൻ കേട്ടതൊക്കെ നാട്ടുചൊല്ലുകൾ. ഡോക്ടറായിരുന്ന അച്ഛനിൽ നിന്ന് കിട്ടിയത് നിരീക്ഷണ പാടവവും യുക്തിബോധവും. കേട്ടതും പഠിച്ചതും തെല്ലും കൈവിട്ടില്ല കേരള ചരിത്രത്തിൻ്റെ ഈ പെരുന്തച്ചൻ. തച്ചുകലയുടെ തികവാർന്നത് MGSന്റെ ഇടപെടലുകൾ. ചിലർക്ക് ആ കുളം വട്ടത്തിൽ, ചിലർക്ക് നീളത്തിൽ, ചിലർക്ക് ചതുരത്തിൽ. പെരുന്തച്ചൻ ചിരിക്കുന്നു. എല്ലാം കാഴ്ചയിലെ പരിമിതികൾ. 1930 MGS പിറന്നത് പരപ്പനങ്ങാടിയിൽ. ആഴത്തിൽ കമ്പം പിടിച്ചത് സ്കൂളിൽ, കവിതയിലും ക്ലാസിക്കുകളിലും. അന്ന് സ്കൂളിലൊക്കെ പഠിപ്പിച്ചിരുന്ന ചരിത്രം ഉണ്ടല്ലോ, അതിനോട് ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല, വെറുപ്പായിരുന്നു. കാരണം അന്ന് ചരിത്രം എന്ന് പറഞ്ഞ് നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഉണ്ടായിരുന്നത് കുറേ കൊല്ലങ്ങൾ, കുറേ യുദ്ധങ്ങളുടെ വിവരങ്ങൾ, ചില പരിഷ്കരണങ്ങൾ. ഇപ്പോൾ രാജാവ് ഒന്നുകിൽ നല്ല രാജാവ് ആണെന്നുണ്ടെങ്കിൽ അയാൾ റോഡ് വെട്ടിയിട്ടുണ്ടാവും, മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും, നികുതി കുറച്ചിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ. ചീത്ത രാജാവാണെങ്കിൽ അയാൾ യുദ്ധം ചെയ്തിട്ടുണ്ടാവും, ആളുകളെ ദ്രോഹിച്ചിട്ടുണ്ടാവും, നികുതി കൂട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ അല്ലാതെ മനുഷ്യൻ്റെ സാധാരണ സാമൂഹ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവനുള്ള സംഗതിയാണ് ചരിത്രം എന്നുള്ള ബോധം ഉണ്ടായിരുന്നില്ല. പുസ്തകങ്ങളിലൊന്നും അതില്ല, പഠിപ്പിക്കുന്നവർക്കും അതില്ല. കോഴിക്കോട് കോളേജിൽ ചേർന്നതോടെ വിഷയത്തിന് ഗൗരവമേറി. ഇളകിമറിയുന്ന നാട്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന കാലം, കമ്മ്യൂണിസം, കേളപ്പജിയുമായി സൗഹൃദം, മാതൃഭൂമി ലൈബ്രറിയിലെ പഠനം. ശരി, അന്ന് കേളപ്പൻ്റെ ശിഷ്യനാണ് കേളപ്പൻ നായർ. കേളപ്പൻ നായർ അവിടെ സ്കൂളിൽ ടീച്ചറായിരുന്നു കുറച്ച് കാലം. അന്നത്തെ ആ ഇതിൽ ശരിക്കും ഈ പൊന്നാനി സ്കൂള് എന്നൊക്കെ പറയുന്നില്ലേ, നമ്മൾ കളരി എന്നൊക്കെ പറയുന്നില്ലേ, അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ കേളപ്പനാണ്. മാതൃഭൂമി ഇങ്ങനെ ആഴ്ചപ്പതി ഞാൻ വായിക്കാറുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ വീട്ടിൽ വരാറുണ്ടായിരുന്നുണ്ട്. ഇങ്ങനെ വലിയ നീളത്തിലുള്ളൊരു സാധനം ഉണ്ടായിരുന്നില്ലേ, രാമൻ എഡിറ്ററായിട്ടുണ്ടായിരുന്നു. അതിലന്ന് കുറേ സാധനങ്ങളൊക്കെ വന്നിരുന്നു. ഈ കേസരി ബാലകൃഷ്ണപിള്ളയുടെ ലേഖനങ്ങൾ ഒക്കെ വന്നിരുന്ന കാലമാണ്. പൊറ്റക്കാട്ടിൻ്റെ കഥകളും ഒക്കെ ആദ്യം വന്ന് ഇൻ്റർനെറ്റ് ഇവിടെ വന്ന് ചേർന്നപ്പോൾ ആദ്യം കുറച്ച് കാലം ഞാൻ ഈ സീസൺ ടിക്കറ്റിൽ പരപ്പനങ്ങാടിയിൽ നിന്ന് വരികയായിരുന്നു. അപ്പോഴാണ് VM ഖുറാത്തിനെ പരിചയപ്പെട്ടത്. പിന്നെ NP ദാമോദരനുണ്ടായിരുന്നു. NP പറഞ്ഞിട്ട് എനിക്ക് ഒരു പ്രത്യേക സൗജന്യം മാതൃഭൂമിക്കാർ അനുവദിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ലൈബ്രറി ഉണ്ടല്ലോ, അത് മാധവൻ നായരുടെ കസ്റ്റഡിയിലാണ്. ആ ലൈബ്രറി മുഴുവൻ മൈ ഡിസ്പോസൽ. അപ്പോഴാണ് ഇവരുടെ ഒരു സമ്മേളനമുണ്ട്. NP ദാമോദരനും മാധവൻ നായരും കുട്ടികൃഷ്ണമാരുടെ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് കേശവമേനോൻ ഇറങ്ങി വരും. അവരെല്ലാവരും കൂടിയിട്ട് രാഷ്ട്രീയവും സാഹിത്യവും ചർച്ച ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാനും അവിടെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കണം എനിക്ക് തോന്നുന്നു പിന്നെ ഈ കേളപ്പനുമായിട്ടുള്ളൊരു ബന്ധം വന്നു. പക്ഷേ ഇവിടെ കാലിക്കറ്റിൽ വന്നപ്പോഴാണ് ഈ ലൈബ്രറികൾ യൂസ് ചെയ്യാൻ കഴിഞ്ഞതെന്ന് മാത്രമല്ല, കൃഷ്ണയ്യരുടെ വഴിക്ക് ഹിസ്റ്ററിയിൽ താല്പര്യം വന്നു. EMSുമായുള്ള രാഗദ്വേഷങ്ങൾക്കും അക്കാലത്തെ തുടക്കമിട്ടു. മദ്രാസ് താമ്പരത്തെ ക്രിസ്ത്യൻ കോളേജിൽ ചരിത്രം പഠിക്കവേ പാർട്ടി ക്ലാസ് എടുക്കാൻ EMS വന്നു. ഇടശ്ശേരിയും K ദാമോദരനും M ഗോവിന്ദനുമൊക്കെ ശീലിപ്പിച്ച യുക്തിബോധത്തിലായിരുന്നു MGS. അവിടെ ഉണ്ടായിരുന്ന ഒരു സെറ്റ് ഈ പൊളിറ്റിക്സും ലിറ്ററേച്ചറും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ആളുകളാണ്. കേരള സമാജമുണ്ട്, സാഹിത്യ സഖ്യം എന്ന് പറഞ്ഞിട്ട്. അവിടെ ഗോവിന്ദൻ വരും, ചിലപ്പോൾ SK നായരുണ്ടാവും, വളരെ അപൂർവമായിട്ട് ശങ്കുണ്ണി നായരുണ്ടാവും. ജയകേരളത്തിൻ്റെ ഒരു ബാച്ച്, ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവിടെ. അപ്പുക്കുട്ടി ഗുപ്തൻ ഒക്കെ ആയിട്ട് ഭാസ്കരൻ അവിടെ ഉണ്ടായിരുന്നു. ഇതിലെല്ലാവരും വരും. ഞാനും അതുമായി തന്നെ ഗോവിന്ദൻ്റെ വീട്ടിലിങ്ങനെ പോകാൻ തുടങ്ങി.
കമ്മ്യൂണിസ്റ്റുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങളൊരു ക്ലാസ്മേറ്റ് പൊന്നമ്പലം എന്ന് പറഞ്ഞിട്ട് സിലോണീസ് ഒരാളുണ്ടായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റാണ്. അത് പുള്ളി എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും കൊണ്ടുവരും, ഒളിവിലുള്ള ആൾക്കാരെ അടക്കം വിളിച്ചുകൊണ്ടുവരും. EMSനൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ദൂരത്തു നിന്നുള്ള പ്രസംഗം കേൾക്കാനുള്ള ഒഴിച്ചാൽ ഈ പൊന്നമ്പലത്തിൻ്റെ ഇൻട്രസ്റ്റിൽ EMS അവിടെ പലതവണ വന്നു. ഒളിവ് താമസിക്കുകയാണെങ്കിൽ സ്റ്റഡി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്താ ചെയ്യാന്ന് വെച്ചാൽ അന്നത്തെ ബുക്സ് ഉണ്ടല്ലോ, അതൊക്കെ സ്റ്റാലിനിസ്റ്റ് ബുക്സാണ്, മാർക്സിനൊന്നും ആർക്കും അറിയില്ല. ഇദ്ദേഹം അതൊക്കെ വെച്ചിട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓവർ സിംപ്ലിഫൈ ചെയ്തിട്ട് മാർക്സിസം വിവരിച്ചു തരും. അപ്പം ഞങ്ങൾ അതിലൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചിരുന്നു. ഈ ദേവനേശൻ്റെ ഇൻഫ്ലുവൻസിൽ അദ്ദേഹം യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോയി വരുമ്പോൾ ഗോഡ് ദാറ്റ് ഫെയിൽഡ്, 1984, ആനിമൽ ഫാം, അതൊന്നും ഇന്ത്യയിൽ എത്തിയിരുന്നില്ല എന്ന്. അതൊക്കെ അദ്ദേഹം കൊണ്ടുവരും, ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കും, ഡിസ്കസ് ചെയ്യുകയൊക്കെ ഉണ്ടാകും. ഞങ്ങൾ വർ ഫെമിലിയർ വിത്ത് ദീസ് തിങ്സ്. ഇദ്ദേഹത്തിനൊന്നും അറിയില്ല. എന്നാൽ അറിയില്ല എന്ന് സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെയാണ് എനിക്ക് ഇയാൾ മോശക്കാരനാണെന്നുള്ളൊരു ഇമ്പ്രഷൻ ആദ്യം ഉണ്ടാകാനുള്ള ഒരു കാരണം അതാണ്. പക്ഷേ ഞങ്ങൾ വളരെ ഇൻകൺവീനിയൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അദ്ദേഹം വിഡിതായിട്ട് ഉത്തരം പറയും. ഓർത്തഡോക്സ് പാർട്ടി ഇതില്ലേ, സ്റ്റാലിനിസ്റ്റ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തുള്ള ഇവരുടെ ഐഡിയാസൊക്കെ പറയും. അതൊക്കെ അറിഞ്ഞു എന്ന് അടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഉത്തരങ്ങളൊക്കെ വിഡിതായിരിക്കും. അങ്ങനെ ഹീ ഗോട്ട് എക്സ്പോസ്ഡ്. രാജാക്കന്മാർ നട്ട മരത്തിൻ്റെ കണക്കെടുപ്പായില്ല MGSന് ചരിത്രം. കൊട്ടാരശിലകളിൽ MGS കണ്ടു പണിയിച്ച രാജാക്കന്മാരെക്കാൾ പണി തീർത്ത കാലത്തെ, ഉളിപിടിച്ച ജീവിതത്തെ. അത് കേരളമായിരുന്നു.